وبركاته. الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار الذي لم يولد ولم يكن له كفوا أحد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وعليه توكلت وإليه منيب. بسم الله الرحمن الرحيم. والذين آمنوا وجاهدوا وهاجروا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദ്, മറ്റെന്റെ ശബ്ദം ക്ഷണിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, സഹാബാക്കൾ തുല്യർന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടു വാക്ക് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ഇവിടെ എഴുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങളെ ദിനചര്യയിൽ അവർ പിൻപറ്റി ജീവിച്ചവരാണ് സ്വഹാബാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സ്വഹാബാക്കൾ നിശ്ചിത തുല്യരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് കുറെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു ചരിത്രമാണ് ജഅഫർ റളിയല്ലാഹു തആല യുടെ ചരിത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ തെരഞ്ഞെടുക്കുകയാണ്. സ്വഹാബികളിൽ നിന്ന് 4 ചെറുപ്പക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേറ്റ് വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നു, സ്വഹാബാ, നിങ്ങളാണെന്ന് യുദ്ധം നയിക്കേണ്ടവർ. ആ 4 ചെറുപ്പക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തെ നയിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു ഒന്നാമത്തെ ചെറുപ്പക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തവനോട് പറയുന്നു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. അങ്ങനെ 4 ചെറുപ്പക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നയിക്കാൻ പറയുകയാണ്. അതാ സ്വഹാബാക്കൾ സന്തോഷിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അതിൽ നിന്ന് ജഅഫർ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ വീട്ടിലേക്ക് തുള്ളിച്ചാടി പോവുകയാണ്. അതാ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ ഭർത്താവ് ജഅഫർ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ജഅഫറേ, എന്തിനാണ് നീ ഇത്രേ സന്തോഷിക്കുന്നത്? സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അസ്മാ റളിയല്ലാഹു തആല ചോദിക്കുന്നു. അതാ ജഅഫർ റളിയല്ലാഹു തആല പറയുന്നു, അസ്മാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി വെക്കുകയാണ്. അതാ യുദ്ധത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും അസ്മാ റളിയല്ലാഹു തആല ചെയ്തു കൊടുക്കുകയാണ്. ഭാര്യയോട് സലാം പറയുന്നു, മക്കളോട് സലാം പറയുന്നു, യുദ്ധത്തിലേക്ക് അതാ കടന്നു പോവുകയാണ്. സ്വഹാബാക്കൾ എല്ലാവരും അതാ യുദ്ധത്തിലേക്ക് കടന്നു പോവുകയാണ്. അതാ യുദ്ധം തുടങ്ങി. ഒന്നാമത്തെ ചെറുപ്പക്കാരൻ അതാ ഷഹീദാവുകയാണ്. അതാ ഇസ്ലാമിന്റെ കൊടിയതാ യുദ്ധത്തിന്റെ രണാങ്കലയിൽ അതാ വീഴുകയാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല കൊടിയെ വലത് കൈയോട് എടുത്തു. അതാ യുദ്ധത്തിലേക്ക് മുന്നിട്ട് പോവുകയാണ്. ശത്രുക്കൾ നാനാഭാഗത്തിൽ നിന്ന് വരികയാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല വലത് കൈ അതാ വെട്ടിയെടുക്കുകയാണ്. ഇസ്ലാമിന്റെ കൊടിയത
ഇസ്ലാമിന്റെ കൊടിയതാ മണ്ണിലേക്ക് എറിയുകയാ. ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ കൊടിയെ എടുത്ത് കയ്യോടെടുത്ത് അതാ യുദ്ധത്തിലേക്ക് വീണ്ടും പോവുകയാ. യുദ്ധത്തിലേക്ക് അതാ പോവുകയാ. ശത്രുക്കൾ വീണ്ടും വരുന്നു, ഇടത് കൈയും വെട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഇടത് കൈയും ശത്രുക്കളതാ വെട്ടുകയാ. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും സഹാബാക്കളോട് പറയുന്നു, സഹാബാ, ഈ കൊടിയെ എടുത്തിട്ട് കക്ഷത്തിലേക്ക് നിങ്ങൾ വെച്ചു തരണം സഹാബാ. സ്വഹാബാക്കളതാ ആ കൊടിയെ എടുത്ത് കക്ഷത്തിലേക്ക് അതാ വെച്ചു കൊടുക്കുകയാ. വീണ്ടും ജഅഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിലേക്ക് അതാ കടന്നു പോവുകയാ. ആ യുദ്ധത്തിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കളോട് പറയുന്നു, സഹാബാ, എന്റെ ജഅഫർ പോയി സഹാബാ, എന്റെ ജഅഫർ പോയി സഹാബാ, ജഅഫർ ഷഹീദായി സഹാബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറയുന്നു, ഈ വാർത്തയെ ജഅഫറിന്റെ വീട്ടിൽ അറിയിക്കേണ്ട സഹാബാ. സഹാബാക്കൾ ആരും മിണ്ടിയില്ല, ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിലേക്ക് നോക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. അതാ മൂന്നാല് പ്രാവശ്യം അതാ ചോദ്യം ചോദിക്കുകയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു, എന്ത് സംഭവിച്ചു സഹാബാ, എന്താണ് കാര്യം, നിങ്ങൾ പറയൂ സഹാബാ. അതാ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, നമ്മളെ കൊണ്ട് സാധിക്കില്ല നബിയേ, അതിനെ നമുക്ക് സാധിക്കില്ല നബിയേ. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നു, അതാ സഹാബാക്കൾ അതാ പറയുകയാ, ആ വീട്ടിലുള്ള ജഅഫറിന്റെ ഭാര്യ ഉണ്ടല്ലോ നബിയേ, വെറും 19 വയസ്സുകാരിയാ. ആ ഭാര്യക്ക് വെറും 19 വയസ്സാ നബിയേ. എങ്ങനെയാണ് ആ ഭാര്യയോട് ഞങ്ങൾ പോയി പറയുകയാ, നിന്റെ ഭർത്താവ് മുത്തത്തിന്റെ രണാങ്കലയിൽ ഷഹീദായി, എങ്ങനെയാണ് നമ്മൾ പറയാ നബിയേ? അത് പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറയുന്നു, സഹാബാക്കൾ പറയുന്നു, അത് പോട്ടെ നബിയേ, മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ 3 ചെറിയ പെൺമക്കളുണ്ട് നബിയേ, 10 വയസ്സ് തികയാത്ത 3 മക്കളുണ്ട് നബിയേ. എങ്ങനെയാണ് നമ്മൾ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു എങ്ങനെയാണ് നമ്മൾ പറയുക, ഷഹീദായി എങ്ങനെയാണ് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തോട് പറയുകയാ, എന്നാ ശരി സ്വഹാബ, ഞങ്ങൾ എല്ലാവരും ജഅഫറിന്റെ വീട്ടിലേക്ക് പോയി ഒരുമിച്ച് പോയി പറയാ. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതാ പോവുകയാ. ജഅഫറിന്റെ വീട്ടിലേക്ക് അതാ പോവുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ വീടിന്റെ മുമ്പിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗം കാണുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു, ജഅഫറിന്റെ 3 മക്കളുണ്ടല്ലോ, അവരെ അസ്മാ റളിയല്ലാഹു തആല അൻഹ ആ 3 മക്കളെയും കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിലതാ നിർത്തിയിരിക്കുകയാ. സ്വന്തം വാപ്പ വരുന്നുണ്ടോ ഇല്ല, ആ പ്രതീക്ഷയിലാണ് 3 മക്കളും നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോവുകയാ. ആ രംഗം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോവുകയാ. 3 മക്കളെയും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിപ്പിടിച്ച് കരയുകയാ. എന്നിട്ട് ആ രംഗം അസ്മാ
യതീമായ മക്കളെ നിങ്ങൾ ചുംബിക്കണം സ്വഹാബ, നിങ്ങൾ സ്നേഹിക്കണം സ്വഹാബ, ഈ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബിബി റളിയല്ലാഹു തആല രംഗം കാണുകയാണ്. ഈ രംഗം കാണുന്ന ദിവസം അസ്മാ റളിയല്ലാഹു തആല കരയുകയാണ്. അസ്മാ റളിയല്ലാഹു തആല തന്റെ കണ്ണീരൊപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയേ എന്ത് സംഭവിച്ചു നബിയേ? നാല് ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ഭർത്താവ് ഷഹീദായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിലും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വഹാബികൾ കേട്ടിരുന്നു എന്നതിന്റെ വലിയ ചരിത്രമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മെ എല്ലാവരെയും സ്വഹാബികളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.